സൗദിയിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിക്ഷേപ നിയമം നിലവിലുള്ള ബിസിനസ്സുകാർക്കും പ്രയോജനപ്പെടുത്താം. വിവിധ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാ ബിസിനസ്സും ഒരു ലൈസൻസിലേക്ക് മാറ്റാം. അതേസമയം നേരത്തെ സറണ്ടർ ചെയ്ത സ്ഥാപനങ്ങൾ പുതിയ സേവനം പ്രയോജനപ്പെടുത്തുമ്പോൾ ട്രേഡിംഗ് മേഖലയുടെ ക്യാപിറ്റൽ വ്യക്തമാക്കേണ്ടി വരുമെന്നാണ് സൂചന. കഴിഞ്ഞയാഴ്ച പ്രാബല്യത്തിൽ വന്ന സൗദിയിലെ പുതിയ നിക്ഷേപ നിയമം പുതുതായി ബിസിനസ് തുടങ്ങുന്നവരെ പോലെ നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്കും പ്രയോജനപ്പെടുത്താനാകും. ഒരു കമ്പനിക്ക് കീഴിലുള്ള ട്രേഡിംഗ്, സർവീസ്, ഇൻഡസ്ട്രിയൽ ലൈസൻസുകളെല്ലാം പുതിയ നിയമപ്രകാരം ഒരു ലൈസൻസിലേക്ക് മാറ്റാം. ഒരു ലൈസൻസിനുള്ള ഫീസ് നൽകിയാൽ മതിയെന്നും ജിദ്ദയിലെ കോർപ്പറേറ്റ് ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് CMO ജാസിം ജൗഹർ പറഞ്ഞു. അപ്പോൾ നിലവിലുള്ള ലൈസൻസ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ സർവീസ് ഉള്ളവരോ ട്രേഡിംഗ് ഉള്ളവർക്കോ അവർക്കും ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ചില ബിസിനസ്സുകൾ ഒന്നിൽ കൂടുതൽ ലൈസൻസ് നിലവിലുള്ളവരുണ്ടാവും. അപ്പോൾ ഒരു 62,000 ഒക്കെ 2 തവണ പേ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഇനി ഒരു സിംഗിൾ ലൈസൻസിലോട്ട് കൊണ്ടുവരാൻ പറ്റും. മുമ്പത്തെ പോലെ സർവീസ് ലൈസൻസ് എന്നുള്ളതിൻ്റെ പകരം റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലോട്ട് വന്നിട്ട് അവർക്ക് ഒരൊറ്റ ലൈസൻസിൽ തന്നെ എല്ലാ ബിസിനസ്സും കൈകാര്യം ചെയ്യാം. അതിൻ്റെ അപ്ഡേറ്റ്സ് മിസ സൈറ്റിലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിത്തിൻ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ സൈറ്റിൽ വരും. അതേസമയം തസത്തൂർ സമയത്ത് നേരത്തെ സറണ്ടർ ചെയ്ത സ്ഥാപനങ്ങളുടെ ലൈസൻസിലേക്ക് ട്രേഡിംഗ് ചേർക്കുമ്പോൾ ഇപ്പോൾ ക്യാപിറ്റൽ കാണിക്കേണ്ട സാഹചര്യമുണ്ട്. നേരത്തെ ഇത് ആവശ്യമുണ്ടായിരുന്നില്ല. തസദർ കമ്പനീസ്, മുമ്പ് തസദർ ചെയ്ത കമ്പനീസിന് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് സാധാ ലൈസൻസിന് പോലെ വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സൈറ്റിൽ ഇപ്പോൾ 27 മില്യൺ റിക്വയർമെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വിസയിൽ വരാനുമുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഡ്രോബാക്കും ഇപ്പോൾ കറന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിദേശ നിക്ഷേപകരെ സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് വിദേശ നിക്ഷേപ നിയമം ഭേദഗതി ചെയ്തത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.